ഇറച്ചി കണ്ടിട്ട് എന്താന്ന് മനസ്സിലായോ? ഇതാണ് കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൺ. 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ഫാമിൽ പോയിട്ട്, ഇത് ഫാംഡ് ബൈസണാണ്, ഫാംഡ് കാട്ടുപോത്താണ്. ഇത് ഒറിജിനൽ കാട്ടുപോത്തല്ല, ഇവിടെ ഫാമിൽ വളർത്തുന്നതാണ്, ബ്രീഡ് ചെയ്യണതാണ്. അങ്ങനെ പോയിട്ടൊരു 10 കിലോ ബൈസൺ മീറ്റ് മേടിച്ചു, കാട്ടുപോത്തിൻ്റെ ഇറച്ചി മേടിച്ചു. ഇത് ഇന്ന് നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കാട്ടുപോത്ത് റോസ്റ്റ്, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ നമ്മുടെ കാട്ടുപോത്തിനെ കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മൾ കാട്ടുപോത്ത് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യണത്, ഒരു ചീനിച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, 1 ഇഞ്ച് നീളമുണ്ട് ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, ഇവ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലിട്ട് ഇവൻ മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ പെരിഞ്ചീരകം. സ്പൂൺ എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്കെല്ലാം ടീസ്പൂണാട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് ഇപ്പോൾ ആദ്യം ഉള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂക്കണം. മൂത്തതിന് ശേഷം പൊടി ഇടുക. പൊടി ഇട്ടിട്ട് വെറും 2 മിനിറ്റ് മാത്രമാണ് പൊടി ഇട്ടിട്ട് ഇളക്കാൻ പോകും. അത് ഈ വറുത്തരയുടെ രീതിയിൽ വേണ്ട, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറണം, അത്രമാത്രം മതി. ആദ്യം ഇന്ന് ഉള്ളി മൂക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞേക്കണ പൊടികൾ, അതായത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകം. ഇതിനെ ഇട്ട് കൊടുത്ത് ഒന്ന് തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഓർക്കുക, തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇവനൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വെറും ഒരു 2 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുക. തീ മീഡിയം ഫ്ലെയിമിൽ. ഓക്കെ, പച്ചമണം മാറിയതിന് ശേഷം ഇവ നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ ഒരു കുക്കർ എടുത്ത് വെച്ചു. കഴുകി വെള്ളം ഊറിയ കാട്ടുപോത്ത് എടുത്ത് ഈ കുക്കറിനകത്ത് ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 3 വിസിൽ അടുപ്പിച്ച് നോക്കാം. എനിക്ക് കാട്ടുപോത്തിൻ്റെ ഇറച്ചി ഏതാണ്ട് എത്ര വിസിൽ അടിക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും ഒരു 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം വെന്തോ ഇല്ലയോ എന്ന്. ഓക്കെ, അങ്ങനെ നമ്മുടെ കാട്ടുപോത്ത് 3 വിസിൽ അടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ്. അത്യാവശ്യം നല്ലോണം ഗ്രേവി ഉണ്ട് ഇതിനകത്ത്. നമുക്കിതിനി പെർലനാക്കണം. അതിനുവേണ്ടി അടുത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചീനിച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ടു. അത് പൊട്ടിയതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ച് എടുക്കുക. തേങ്ങക്കൊത്ത് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കിട്ടൊന്ന് മൂപ്പിക്കണം. അതിനുശേഷം ഞാൻ എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 4 വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങക്കൊത്ത് ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിയും തക്കാളി ഇട്ട് വഴറ്റാം. അതിന് തേങ്ങക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്നിട്ട് വഴറ്റുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല
അത്യാവശ്യം രീതിയിൽ ബ്രൗണിഷ് കളറായി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികൾ എന്തൊക്കെയാണ്? പൊടികൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1.5 സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കാട്ടുപോത്ത് ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ച് അവനെ നമുക്ക് പെരളനാക്കാം. നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യം മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വെച്ചിരിക്കണം കാട്ടുപോത്തിനടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ടൊരു രീതിയിൽ ഇവനെ നമുക്ക് പെരളനാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കാട്ടുപോത്ത് റോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകളിൽ നല്ല നെയ്യ് ഇങ്ങനെ പൊങ്ങി കിടക്കണത്. ഇത് കാട്ടുപോത്തിൽ നിന്ന് ഇറങ്ങിയേക്കണ നെയ്യാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല. ഈ രുചി വളരെ നമുക്ക് പരിചിതമായ രുചിയാണ്. പഴയ രീതിയിലുള്ള നമ്മുടെ കല്യാണത്തിലുള്ള പോത്ത് റോസ്റ്റില്ലേ, ഇലയുടെ സൈഡിൽ കൊണ്ട് വിളമ്പണ ആ പോത്ത് റോസ്റ്റ്, അതിൻ്റെ ഒരു രുചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. അതോടുകൂടി ഇന്നത്തെ നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡി ആയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഞാനൊരു കോംപ്ലിമെൻ്ററി സേമിയ പായസം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. പോത്ത് റോസ്റ്റിൻ്റെ കൂടെ ഇച്ചിരി മധുരവും കൂടിയായിട്ട് നമുക്കങ്ങ് ഉല്ലസിക്കാം. പോത്തിൻ്റെ എരിവ് ശമിപ്പിക്കാൻ വേണ്ടി അല്പം സേമിയ പായസം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 1/4 കിലോ 250 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇത് ഒന്ന് വറുത്തു. അപ്പോൾ ഇത് നമ്മൾ വറുത്തുന്നെടുത്തു. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 10-15 കശുവണ്ടി എടുത്തിട്ടുണ്ട്, ഒരു 8 ഏലക്ക ചതച്ചത്. പിന്നെ ഇതിന് വേണ്ടത് പിന്നെ 1/4 കിലോ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് 1/4 കിലോ സേമിയ അത് പായസമാക്കാൻ വേണ്ടി വേണ്ടതെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാലും 300 ഗ്രാം പഞ്ചസാരയാണ്. അതായത് 1/4 കിലോ സേമിയ പ്ലസ് 50 ഗ്രാംസ് ആണ് ഷുഗറിൻ്റെ കണക്ക്. അത് എൻ്റെ ഒരു കണക്കാട്ടോ, അത് കറക്റ്റായിട്ട് വരാറുണ്ട്. എന്തോരം സേമിയ ഇടുന്നു ആ സേമിയ പ്ലസ് 50 ഗ്രാംസ് ആണ് പഞ്ചസാരയുടെ കണക്ക്. അതായത് 1/4 ലിറ്റർ സേമിക്ക് അതിൻ്റെ 4 ഇരട്ടി, അതായത് 1 ലിറ്റർ പാല്. ഇതാണ് കണക്ക്. അപ്പം ഇനി ഈ സേമിയ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് ഞാൻ ഒഴിക്കാതെ ഇച്ചിരി സമയം എടുക്കും ഈ സേമിയ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ പാല് ഒത്തിരി നേരം തിളപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതിനു വേണ്ടി നല്ല ചൂടുവെള്ളത്തിൽ ഈ സേമിയ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വേവിച്ചേക്കുന്ന സേമിയാണ്. ഈ വേവിച്ച സേമിയായിട്ട് ഞാൻ അല്പം ചൂടുവെള്ളം കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചേക്കണമുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാൻ നേരത്ത് അത്രയും കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ വെന്തു. അതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തു. നേരത്തെ വെള്ളം ഒഴിച്ചുകൊണ്ട് 1 ലിറ്റർ എടുത്തില്ല, ഒരു 3/4 ലിറ്റർ എടുത്തോളൂ. അതിന് ശേഷം നമുക്ക് 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയിട്ട് തന്നെ ഞാൻ ഈ ഏലക്ക പൊടിച്ച് തൊട്ടിട്ടുണ്ട്. ഇനി അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുത്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം റെഡിയാവും. അങ്ങനെ നമ്മുടെ സേമിയ പായസം എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചീനിച്ചട്ടി എടുത്ത് അതിനായിട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി എടുത്ത് നമ്മുടെ സേമിയ പായസത്തിൽ ഇട്ട് കഴിയുമ്പോഴേക്കും സേമിയ പായസം റെഡിയാവും. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ 2 ഡിഷ് ഏതൊക്കെയാണ്? പോത്ത് റോസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പോത്തിൻ്റെ നെയ്യൊക്കെ മുകളിൽ പൊങ്ങി കിടക്കണത്. ആഹാ, നല്ല സ്വയംഭം സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പോത്തിൻ്റെ
ദഹനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സേമിയ പായസം. ഓക്കെ, അങ്ങനെ ഇന്ന് നമ്മുടെ ഈ 2 ഡിഷും റെഡി ആയിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.